إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തമായ അനുഗ്രഹത്താൽ നമ്മൾ ഈ മർക്കസിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. കേരളത്തിന്റെ അങ്ങോളം വിദഗ്ധരായിട്ടുള്ള ഹവയുടെ ആളുകളായ ആളുകൾ അഹ്ലുസുന്നത്തിനെ കുറിച്ച് കാലങ്ങളായി ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണത്തിന് മറുപടി പറയുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഇന്നിവിടെ എന്തായിട്ടുള്ളത്, ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ശബ്ദം കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഹവയുടെ ആളുകളുടെ കൂടെ ഏതെങ്കിലും വിഭാഗം, അത് ഏത് സംഘടന എന്നില്ല, അത് KNM ആവട്ടെ, വിസ്ഡം ആവട്ടെ, മടവൂരികളാവട്ടെ, സംഘടന ഉള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടെ കേൾക്കാനും നമ്മൾ ഖുർആനും സുന്നത്തിനും സലഫു സാലിഹീങ്ങളുടെ മനഹജിന് വിരുദ്ധമായി എന്തെങ്കിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ മാന്യമായ രൂപത്തിൽ അതിലേക്ക് അവർ എന്താവാൻ റദ്ദ് ചെയ്യാനും അവർക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷെ എന്താണ് ഇന്ന് അവസ്ഥ? അങ്ങനെയല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താണ്? നമ്മുടെ സഹോദരങ്ങളെ കളിയാക്കുക, തീവ്രവാദികളാണെന്ന് വിളിക്കുക, മോശപ്പെട്ടവരാണെന്ന് വിളിക്കുക. ഒരു ഖതീബിന്റെ സംസാരം കേട്ടത് നിങ്ങൾ തൂങ്ങിച്ചത്താലാണ് നല്ലത് എന്ന് വരെ ഒരു മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിലേക്ക് എന്താവോ പറയുക. ഒരു അദബോ ഒരു മാന്യതയോ ഒന്നും തന്നെ, ഒരു തൗഹീദുള്ള ആളുകളാണെന്ന ഒരു പരിഗണന പോലും നൽകാണ്ട് എന്തൊക്കെയോ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നില്ല എങ്കിൽ മിണ്ടാതെങ്കിലിരിക്കും. നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെങ്കിലും നാം ദീന് പഠിക്കും, ദീന് മനസ്സിലാക്കും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് അല്ലാഹു തആല എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായ ബോധ്യമുള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മൾ മനസ്സിലാക്കിയവരാണ്, പഠിച്ചവരാണ്. അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചു. എന്ത് ലക്ഷ്യത്തിന് വേണ്ടി? ഇബാദത്ത് എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് വെറുതെ വിട്ടു അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട്? ഇല്ല. പ്രവാചകന്മാരെ നമുക്ക് അയച്ചു തന്നു. എന്തിന്? സത്യമാർഗത്തെ മനസ്സിലാക്കി തരുവാൻ, നേരായ മാർഗത്തെ നമ്മൾക്ക് വ്യക്തമാക്കി തരുവാൻ വേണ്ടി പ്രവാചകന്മാരെ അയക്കുകയും ഉണ്ടായി. അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അർസൽനാക ബിൽ ഹഖ്ഖി ബശീറൻ വനദീറ. റസൂലെ, താങ്കളെ നാം ഹഖ് കൊണ്ട് അയച്ചിരിക്കുകയാണ്. സന്തോഷ വാർത്ത അറിയിക്കുന്നവരായും താക്കീതുകാരായിക്കൊണ്ടും നാം എന്തായിരിക്കുന്നു? നാം താങ്കളെ അയച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുകയും ചെയ്തു. നമ്മുടെ പ്രവാചകനാണ് പ്രവാചകന്മാരിലെ അവസാനത്തെ പ്രവാചകൻ. ആ പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അതീഉല്ലാഹ വഅതീഉല്ലാഹ വറസൂലഹു, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യണം. നിങ്ങൾ എന്താ അവരെ തിരിഞ്ഞു കളയരുത് എന്ന് അല്ലാഹു തആല പറയുകയും ചെയ്തു.
അല്ലാഹു തആല പറഞ്ഞു, ഖുൽ അത്തിയുല്ലാഹ വഅത്തിഉർ റസൂൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിനെ അനുസരിക്കുകയും അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു തആല പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ധാരാളമായി, അതായത് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം എന്നുള്ള കൽപ്പനകളായി കൊണ്ട് ധാരാളമായിട്ടുള്ള ആയത്തുകൾ അല്ലാഹു തആല നമ്മെ അറിയിച്ചു. അതേപോലെ തന്നെ നമ്മെ അറിയിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാകുന്നത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നത് ശക്തമായ രൂപത്തിൽ അല്ലാഹു തആല നമ്മൾക്ക് താക്കീത് ചെയ്യുകയും ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, ഫല്ലഹ്ദറില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പോകുന്ന ആളുകൾ, അതായത് റസൂലിന്റെ ഏതെങ്കിലും കൽപ്പനയാവട്ടെ, ആ കൽപ്പനക്ക് വിരുദ്ധമായി പോകുന്ന ആളുകൾ അവർ എന്താവേണ്ടതുണ്ട്? സൂക്ഷിച്ചു കൊള്ളേണ്ടതുണ്ട്, അവർ ഭയക്കേണ്ടതുണ്ട്, പേടിക്കേണ്ടതുണ്ട്. എന്താണ് ഭയക്കേണ്ടത്? റസൂലിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാകും? ഫിത്ന ബാധിക്കും, അല്ലെങ്കിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകുമെന്ന് അല്ലാഹു തആല അറിയിച്ചു തന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, ഫിത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്ക് അവർക്ക് ബാധിക്കും, അല്ലെങ്കിൽ റസൂലിനെ എതിരാവുന്ന കാരണത്താൽ അവർ ഫിസ്ഖിലാകും, അല്ലെങ്കിൽ അവർ ബിദ്അത്തുകാരായി മാറും, അല്ലെങ്കിൽ ഷിർക്കിന്റെ അഹലുകാരായി മാറും. റസൂലിന്റെ കൽപ്പനകൾക്ക് എതിരായി പോയി കഴിഞ്ഞാൽ എന്ന് അല്ലാഹു തആല നമ്മെ അറിയിച്ചതായ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ നമ്മൾക്ക് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ചോദിക്കുന്ന ആ ഹിദായത്ത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ അല്ലാഹു നീ ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞ ആ ഹിദായത്ത്, നാം ചോദിക്കുന്ന ആ ഹിദായത്ത്, അത് നമ്മൾക്ക് കിട്ടുകയില്ല എങ്ങനെയല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ പോയാലല്ലാതെ. വൈൻ തുതിഉ തഹ്തദു, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിച്ചാൽ സന്മാർഗികളാവും, ഹിദായത്തിലാകുമെന്നാണ് അല്ലാഹു തആല നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗത്തെ വിരുദ്ധമായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു കാര്യത്തെ കൽപ്പിച്ചതിന് ശേഷം സ്വന്തമായ ഒരു അഭിപ്രായം എടുക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ള കാര്യമല്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖീറതു മിൻ അംരിഹിം. ഒരു മുഅ്മിനോ, ഒരു സത്യവിശ്വാസിയായ പുരുഷനോ, ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചതിന് ശേഷം അവർക്ക് സ്വന്തമായ ഒരു തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരു കാര്യം ഇല്ല. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവർ വ്യക്തമായ വഴികേടിലായി തീരുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മെ അറിയിച്ചു തന്നതാണ്. സഹോദരങ്ങൾ, ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞ ഈ ആയത്തുകളെല്ലാം അറിയിക്കുന്നത് എന്താ? ഒന്നാമതായി നമ്മൾ ചിന്തിക്കുക, അല്ലാഹു തആല എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്? അവനെ ഇബാദത്ത് ചെയ്യാൻ. അല്ലാഹു തആല സൃഷ്ടിച്ചു, പ്രവാചകന്മാരെ അയച്ചു, അതിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളിലേക്ക് വന്നു. പ്രവാചകനെ അനുസരിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞു, അത് നമ്മുടെ മേൽ നിർബന്ധമാക്കി. പ്രവാചകനെ എതിർക്കുക എന്നുള്ളത് അപകടമാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചു തന്നു. പ്രവാചകനെ എതിർക്കുന്നത്, പ്രവാചകന്റെ കൽപ്പന വന്നതിന് ശേഷം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത്, തിരഞ്ഞെടുക്കുക എന്നുള്ളത് പാടില്ല എന്നും അല്ലാഹു തആല നമ്മെ അറിയിച്ചു തരികയും ചെയ്തു. ആയില്ല സഹോദരങ്ങളെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പൂർണ്ണ അർത്ഥത്തിൽ എല്ലാം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തന്നു. നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്ന എല്ലാ സംഗതികളും നമ്മൾക്ക് എന്തായി അറിയിക്കുകയും ചെയ്തു. ഇവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയിട്ടുള്ളത് ദീന് പൂർത്തീകരിപ്പിച്ചിട്ടാണ്. ദീന് പൂർത്തിയാക്കിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞില്ല, അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ ദിവസം, അതായത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുൽഹജ്ജ് 9 ദിവസത്തിൽ അറഫയിൽ നിൽക്കുമ്പോ അല്ലാഹു തആല ആയത്ത് ഇറക്കിയതാ. റസൂലിന്റെ അവസാനത്തെ ഹജ്ജിന്റെ സമയത്താണ് ആയത്ത് ഇറങ്ങുന്നത്. എന്നാ പറഞ്ഞത്? എന്താ, ഇന്ന് നിങ്ങൾക്ക് നാം ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ദീന് പൂർത്തിയായി, അതിലേക്ക് കൂട്ടേണ്ടതോ കുറയ്ക്കേണ്ടതോ ഇല്ല. അല്ലാഹുവിന്റെ നിഅമത്തിനെ പൂർത്തീകരിച്ചു, നിറവേറ്റി തന്നു. അതേ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അല്ലാഹു തആല നമ്മെ അറിയിച്ചു തരികയും ചെയ്തു എന്നാണ്. അപ്പൊ ദീൻ എന്താണ്? പൂർത്തീകരിച്ചു. ആ സമയത്ത് നമ്മോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്ത് ചെയ്തു, സുന്നത്തിനെ മുറുകെ പിടിക്കാൻ. സുന്നത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. സുന്നത്തിന് വിരുദ്ധമായി പോകരുത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യഅശി മിൻകും ബഅദി, എനിക്ക് ശേഷം ആരാണോ ജീവിക്കുന്നത്, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളമായ ഭിന്നതകൾ നിങ്ങൾ കാണും. അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തു, ഫഅലൈക്കും ബിസുന്നതി, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങളുടെ മേൽ നിർബന്ധമാണ് എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നതി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സന്മാർഗികളായ നേർമാർഗം കാണിച്ചു തരുന്നവരായിട്ടുള്ള ആ സ്വഹാബികളുടെ മാർഗങ്ങൾ നിങ്ങൾ എന്താവണം? പിൻപറ്റുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അനപ്പല്ലുകളെ കൊണ്ട് കടിച്ചമർത്തി പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അവിടുന്ന് പറഞ്ഞു തന്നു, വഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, നിങ്ങൾ എന്ത് ചെയ്യണം? ബിദ്അത്തുകളെ, പുത്തനായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. പുത്തനായ പുതിയതായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എല്ലാ ബിദ്അത്തുകളും എന്താണ്? ദലാലത്തിന്റെ മാർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നു എന്നാണ്. ഇവിടെ എന്താണ് നമുക്ക് അറിയിക്കുന്നത്? അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോ, സമുദായത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. അപ്പോ നിലവിളിക്കലല്ല, ഞാൻ എന്ത് ചെയ്യാം, അഭിപ്രായത്തിന് ഞാനൊന്നുമില്ല, ഞാൻ പോവാണ് എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? സുന്നത്ത് മുറുകെ പിടിക്കണം. പ്രവാചകന്മാരുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അവരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഈ ഉമ്മത്ത് ഭിന്നിക്കുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഭിന്നതയുടെ നടുവിൽ നമ്മൾക്കുള്ള വിജയം എന്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിത്തന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി താരികു ഫീകും മാ ഇൻ തമസ്സക്തും ബിഹി ലൻ തദില്ലു ബഅദി, ഞാൻ നിങ്ങളെ ഒഴിവാക്കി പോകുന്നത്, ഞാൻ നിങ്ങൾ എന്താവുകയാണ്? ഒഴിവാക്കി പോകുന്നത്. നിങ്ങൾ അതിന് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശേഷം നിങ്ങൾ പേച്ചു പോവുകയില്ല, ദലാലത്തിലാവുകയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ചില സംഗതികൾ ഒഴിവാക്കി പോവുകയാണ്. കാര്യം ഏതാണ്? കിതാബ് അല്ലാഹി വസുന്നതി, എന്റെ കിതാബ്, അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഇതാ ഞാൻ വിട്ടേച്ചു പോവുകയാണ്. എന്റെ സുന്നത്ത്, എന്റെ ശരിയ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു, കിതാബ് വിട്ടേച്ചു പോകുന്നു. അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭിന്നിച്ചു പോവുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തരികയും ചെയ്തു, പഠിപ്പിച്ചു തന്നു, നമ്മൾ പിഴച്ചു പോകാതിരിക്കാൻ. ആയില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പിഴച്ചു പോകാതിരിക്കാൻ ചില മാർഗങ്ങൾ പിന്നെയും പഠിപ്പിച്ചു തന്നു. നമ്മോട് പറഞ്ഞു, സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം, അവർ നടന്നതുപോലെ നിങ്ങൾ നടക്കണം. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഫഇൻ ആമനു മിഥ്ല മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അവർ വിശ്വസിച്ചു. എങ്ങനെ? നിങ്ങൾ, അതായത് അവർ വിശ്വസിക്കുന്നത് പോലെ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവർ വിശ്വസിച്ചാൽ, ഫഇൻ ആമനു മിഥ്ല മാ ആമൻതും ബിഹി, നിങ്ങൾ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതുപോലെ അവരും വിശ്വസിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഇഹ്തദൗ, അവരെന്താ? സന്മാർഗികളായി തീരുമെന്നുള്ളതാണ്, ഹിദായത്തിലായിത്തീരുമെന്ന് പഠിപ്പിച്ചു. അതായത് ആരെ വിശ്വസിച്ച പോലെ. ഈ ആയത്ത് ആർക്കാണ് ഇറങ്ങിയിട്ടുള്ളത്? ആരോടാണ് ഇത് പറയുന്നത്? സ്വഹാബികളാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ, നിങ്ങളും ഈമാനിലായതുപോലെ അവർ ഈമാനിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താവും? തീർച്ചയായും ഫഖദ് ഇഹ്തദൗ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഹിദായത്തിനാകും, സന്മാർഗത്തിനാകുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്നാൽ വഇൻ തവല്ലൗ, നിങ്ങൾ അവരുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാലോ,
ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, തീർച്ചയായും അവർ എന്താണ്, ഭിന്നതയിലാണുള്ളത് എന്നാണ്. നിങ്ങൾക്ക് ഫസയക്ഫീകുമുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു തആല തന്നെ മതിയായതാണ്. വഹുവ സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അവനാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ സ്വഹാബികളുടെ മാർഗം പിന്തുടരണം എന്നുള്ളത്? എന്തുകൊണ്ടാണ് നാം അവരുടെ മാർഗം പിന്തുടരണം? അല്ലാഹു തആല പറഞ്ഞാൽ അവർ വിശ്വസിക്കുമെന്ന് പറയാൻ കാരണം എന്താ? അതിൽ ഒന്നാമത്തെ കാരണം, അവർ പ്രതിഫലം ചോദിക്കുന്നവരല്ല, അവർ സന്മാർഗികളാണ്. അവർ അവരുടെ ദീൻ പ്രബോധനത്തിന് എന്തില്ല പൈസ ചോദിക്കുന്നവരല്ല, ദീനിന്റെ പേരിൽ പൈസ ചോദിക്കുന്നവരല്ല. അത് മാത്രമല്ല, അവർ എന്താണ്, സന്മാർഗികളുമാണ്, ഹിദായത്തുള്ളവരാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് സ്വഹാബികളുടെ മാർഗം അവർ വിശ്വസിച്ച പോലെ നമ്മൾ വിശ്വസിക്കേണ്ടത്, അവർ സഞ്ചരിച്ച പോലെ സഞ്ചരിക്കേണ്ടത്? കാരണം അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ, നിങ്ങളോട് അജ്ർ പ്രതിഫലം ചോദിക്കാത്ത ആളുകളെ നിങ്ങൾ പിൻപറ്റുക, അവർ സന്മാർഗികളും കൂടിയാണ്, അവർ ഹിദായത്തിലുള്ളവരാണ്, അവരെ നിങ്ങൾ പിൻപറ്റുക എന്നുള്ളതാണ്. എന്തായാലും സഹോദരങ്ങൾ, ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് ആർക്കാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനാണ്. അവരാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ. അത് മാത്രമല്ല, അല്ലാഹു തആല നമ്മോട് പറഞ്ഞത് എന്താ? അല്ലാഹു തആല നമ്മോട് പറഞ്ഞത് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന, പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളെ പിൻപറ്റാനാണ്, അവരുടെ മാർഗം സ്വീകരിക്കാനാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, സബീല മൻ അനാബ ഇലയ്യ, എന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയിട്ടുള്ളവരുടെ മാർഗങ്ങൾ പിൻപറ്റുക എന്നുള്ളതാണ്. നമ്മളെക്കാളും ഏറ്റവും ഖേദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങിയ അതായത് സ്വഹാബികളുടെ ജീവിത ചരിത്രങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അവർ അല്ലാഹുവിലേക്ക് എങ്ങനെയാണ് ഖേദിച്ച് മടങ്ങിയത് എന്നും എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ തെറ്റെന്നുമെല്ലാം നമുക്ക് നാം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ആയത്തുകളെല്ലാം എന്താണ്, അവരൊക്കെയാണ് ഏറ്റവും എന്തായിട്ടുള്ളത്, സുബുട്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് മാത്രമല്ല, പ്രവാചകനെ പിൻപറ്റുന്നവരാണവർ. പ്രവാചകനെ എല്ലാത്തിനും പിൻപറ്റുന്നവരാണ്. പ്രവാചകനെ പിൻപറ്റുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവും? ബസീറത്തുണ്ടാവും. ഏറ്റവും ഇൽമുള്ളവരവരാണ്. പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളത്, വെറുതെ ഒരുത്തനെ പിൻപറ്റുക എന്നുള്ളത്, ഒരാൾ പിൻപറ്റാൻ എന്നും കാണാതെ പിൻപറ്റുമോ? ഒന്നും അറിവില്ലാതെയാണ് പിൻപറ്റാൻ? ഇല്ല. പ്രവാചകനെ പഠിച്ച് മനസ്സിലാക്കി, പ്രവാചകൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കി, പ്രവാചകനിൽ നിന്ന് ഇൽമു നേടി അതനുസരിച്ച് അവരെന്താവുകയാണ്? പ്രവാചകനെ പിൻപറ്റുന്നവരാണ്. അതായത് പ്രവാചകനെ പിൻപറ്റുന്ന ആളുകളുടെ, നേരായ മാർഗത്തിൽ പോകുന്നവരുടെ വിശേഷണ ഗുണം അല്ലാഹു തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഖുൽ ആദിഹി സബീലി, നബി പറയുക, ഇതാണ് എന്റെ മാർഗം. അദൂ ഇലല്ലാഹ്, നാം എന്താവുന്നു, അല്ലാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്നു. അലാ ബസീറത്തിൻ, ബസീറത്തോടെ കൂടെ, ഉൾക്കാഴ്ചയോടെയാണ് എന്താവുക, ക്ഷണിക്കുക. വമനിത്തബഅനി, എന്നെ പിൻപറ്റുന്ന ആളുകൾ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് റസൂലിന്റെ മാർഗത്തിൽ ക്ഷണിക്കുന്ന ആളുകൾ, റസൂലിനെ പിൻപറ്റുന്ന ആളുകൾ ബസീറത്തുള്ളവരാണെന്നാണ് ഈ ആയത്ത് പറയുന്നത്. നാം റസൂലിനെ പിൻപറ്റുന്ന ആളുകളാണ് എങ്കിൽ നമുക്ക് ബസീറത്തുണ്ടാകണം, ഇൽമുണ്ടാകണം. അതാണ് ഇൽമിന്റെ പ്രാധാന്യം ഇവിടെ അറിയിക്കുന്നത്. അതാണ് സ്വഹാബികൾ, അവർ അതിൽ മുന്നിലാണ്. അത് മാത്രമല്ല, എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും അല്ലാഹു തആല അവരെ ശുദ്ധപ്പെടുത്തി, അവരെ തെരഞ്ഞെടുത്തു, പ്രവാചകന്റെ അനുയായികളാക്കി മാറ്റി എന്നുള്ളതാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ആളുകളായിട്ടുള്ള ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെരഞ്ഞെടുത്തു കൊടുത്തു. ആരെ? സ്വഹാബികളെ. അത് മാത്രമല്ല, അല്ലാഹു തആല അവരെ സാക്ഷ്യപ്പെടുത്തി, നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരാണ് എന്ന്. വൽതകും മിൻകും ഖൈറ ഉമ്മ, സ്വഹാബികളെ സാക്ഷ്യപ്പെടുത്തി, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമരായിട്ടുള്ള സമുദായമാണ്, ഏറ്റവും ഉത്തമരായിട്ടുള്ള സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് പുറത്തു കൊണ്ടുവന്ന, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിച്ചതായ ഏറ്റവും നല്ല സമുദായമാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹു നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാണ് അല്ലാഹു തആല സാക്ഷ്യപ്പെടുത്തിയതാണ്. അല്ലാഹു തആല അവരെ കുറിച്ച് എന്താണ് നമുക്ക് അറിയിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ പിൻപറ്റണം. അവരാണ് ഏറ്റവും സത്യസന്ധർ, അവരാണ് ഏറ്റവും സത്യസന്ധർ. അല്ലാഹു തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്
നല്ല സത്യവിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂടെ ആവുകയും ചെയ്യുക എന്നുള്ളത്. സത്യസന്ധരുടെ കൂടെ നിങ്ങൾ ആവുകയും ചെയ്യുക എന്ന് അള്ളാഹു തആല നമ്മെ അറിയിച്ചു തന്നു. അത് മാത്രമല്ല, ഈ ഉമ്മത്തിന് വേണ്ടി ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയാണ് ആ സ്വഹാബത്തിനെ തെരഞ്ഞെടുത്തതുമെന്നും അള്ളാഹു തആല നമ്മെ സൂറത്ത് ബഖറയിൽ പറയുന്നതായി കാണാം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അവർ അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിച്ചവരാണ്. അള്ളാഹു നേതാക്കളാക്കി നമ്മെ അവർ പിൻപറ്റാൻ വേണ്ടി. അത് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ഖൈറായിട്ടുള്ള നൂറ്റാണ്ട് റസൂലിന്റെ സ്വഹാബത്തിന്റെ നൂറ്റാണ്ടെന്ന് പറഞ്ഞു. ഖൈറുൻ നാസി ഖർനി, ഏറ്റവും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള തലമുറ അത് എന്റെ തലമുറയാണ്, പിന്നീട് അവർക്ക് ശേഷം വരുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സാക്ഷ്യം വഹിച്ചു. അത് മാത്രമല്ല, അവർ ഈ ഉമ്മത്തിന് അമനത്താണ് എന്ന് പറഞ്ഞു. നേരാണ്, അവർ പോയി കഴിഞ്ഞാൽ ബാധിക്കേണ്ടതെല്ലാം ബാധിക്കുമെന്നും നമുക്ക് അറിയിച്ചു തന്നു. ഇത്രയെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്ന് പറഞ്ഞത്. അവർ ധാരാളം കാര്യങ്ങളുണ്ട്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ എന്തുകൊണ്ട് അവരുടെ ഈമാൻ ഉള്ളതുപോലെ ആവണമെന്ന് നമ്മൾ പഠിപ്പിച്ചു. ഇതെല്ലാം എന്നാണ് നമ്മൾക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ടത്, സഹോദരങ്ങളെ, ഈ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോ, ഈ മാർഗത്തിൽ നമ്മൾ പോകുമ്പോ അങ്ങേയറ്റത്ത് സബർ വേണം. സബറില്ലാത്തവന് ഇവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. സബറുള്ളവന് മാത്രമാണ് ഇവിടെ നിൽക്കാൻ സാധിക്കുക. കാരണം ആളുകളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകും, വാക്കുകൾ കേൾക്കേണ്ടി വരും, തമാശകൾ കേൾക്കേണ്ടി. അതേ തമാശ അവർ നമ്മെ കളിയാക്കുന്നില്ല, തീവ്രവാദികൾ എന്ന് വരാം. എന്നാലും നമ്മൾ എന്തു വിളിച്ചാലും അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫലാ യഖാഫൂന ലൗമത ലായിം, ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ അവർ പേടിക്കാത്തവരാണ്, ഭയക്കുന്നില്ല, പരിഗണിക്കുന്നേയില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ പോകുന്നവരാണ്, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലാഹുവിനെയും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ആ ആളുകളിൽ നാം ഓരോരുത്തരും പെടണം. എന്താണ്? ക്ഷമിക്കണം. ക്ഷമ ഇല്ല എങ്കിൽ നമുക്ക് സ്വർഗം കിട്ടുകയില്ല. അല്ലാഹു തആല ചോദിച്ചല്ലോ, മശബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കയറി പോകാമെന്നാണ് വിചാരിച്ചിട്ട് സുഖമായിട്ട്? ഒരു പ്രയാസം അറിയണ്ട, ഒന്നും അറിയണ്ട, ഒരു വാക്കും കേൾക്കണ്ട, ശത്രുക്കൾ നമ്മളൊന്നും പറയണ്ട, ഒന്നും ആക്രമിക്കാണ്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മുന്നുള്ള ആളുകൾക്ക് ബാധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബാധിക്കാതെ, حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. നിങ്ങൾക്ക് മുന്നുള്ള ആളുകൾക്ക് ബാധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് ബാധിക്കാതെ. എന്തൊക്കെ പ്രയാസങ്ങൾ ബാധിച്ചു? അവർക്ക് ബുദ്ധിമുട്ടുകൾ ബാധിച്ചു, അവർക്ക് രോഗങ്ങൾ വന്നു, ശത്രുക്കളിൽ നിന്നുള്ള പേടിപ്പിക്കലുകൾ ഉണ്ടായി. ഓരോരുത്തരുടെ അവസ്ഥ എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുന്നുള്ള ആളുകൾ കൊണ്ടുവരും, ഈമാൻ ഉള്ളതായതുകൊണ്ട് അള്ളാഹു വിശ്വസ്യത്തിന്റെ കാരണത്താൽ ഒരുത്തനെ കൊണ്ടുവരും. നീ ഈമാൻ നിന്ന് പുറത്തു പോകണമെന്ന് പറയും. പോയിട്ടില്ല എങ്കിലോ നടുവിൽ ഒരു ഈർച്ചയുള്ള വാള് വെച്ചുകൊണ്ട് 2 കഷ്ണമാണ് ആക്കുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾക്ക് വന്നിട്ടില്ല. ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചു ഈ ദീനിൽ നിലകൊള്ളാൻ. എന്തിനാ? ഈ പ്രയാസങ്ങൾ സഹിച്ചാൽ മാത്രമാണ് അവർ സ്വർഗം കിട്ടും എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ സ്വർഗത്തേക്ക് ഈസി ആയിട്ട് പോകുന്ന വിചാരിച്ചിട്ടുള്ളത്? ഒരിക്കലുമല്ല. ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. അതേ പ്രവാചകൻ ചോദിച്ചു, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? അല്ലാഹുവിൽ വിശ്വസിച്ചവർ, പ്രവാചകനിൽ വിശ്വസിച്ചവർ ചോദിച്ചു, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് ഉണ്ടാവുക? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. യഖീനോടെ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ സഹായം ഉറപ്പായും ഉണ്ടാകുന്നതാണ്. ഇന്നമൽ ഉസ്രി യുസ്റാ, തീർച്ചയായും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പമുള്ളത്. നമുക്ക് പ്രയാസം വരുമ്പോൾ മനസ്സിലാക്കാം, എളുപ്പമുണ്ട്, എന്തോ എളുപ്പം വരാനുണ്ട് എന്നാണ്. യഖീനോട് വിശ്വസിക്കും, സംശയം വേണ്ടായിരുന്നു, സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താണ്? ക്ഷമ നമ്മൾ എന്താവണം? കൈക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ്. ധാരാളം ആയത്തുകൾ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. കാഫിര്യങ്ങളായിട്ടുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിന്റെ ആളുകൾ എന്തെങ്കിലും നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബേജാറാവേണ്ട.
ആ പരീക്ഷണങ്ങളെല്ലാം ഈ ദീനിലുള്ളതാണ്, അത് സുന്നത്തിൽപ്പെട്ടതാണ്. നമ്മൾ വിശ്വസിച്ചു ഞങ്ങൾ അഹ്ലുസുന്നത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മൾ വെറുതെ ആളുകൾ ഒഴിവാക്കുമെന്നല്ല. അള്ളാഹുവിന്റെ പരീക്ഷണമൊന്നും നമുക്ക് ഇല്ലാതെയാവുമെന്ന് ഉള്ളത് അങ്ങനെ ആരും വിചാരിച്ചില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഇൽമു പഠിക്കണം, സത്യസന്ധരായിട്ടുള്ള ആളുകളോട് കൂടെ നിൽക്കാൻ. ഇതാണ് നമ്മോട് എന്തായിട്ടുള്ളത്, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് മാത്രമല്ല സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദുനിയാവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ദുനിയാവിന് എന്താണ് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് ഇന്ന ദുന്യാ ഹുലുവത്തുൻ ഖാദിറ, അതായത് ഈ ദുനിയാവ് എന്നുള്ളത് മധുരമുള്ളതും പച്ചപ്പുള്ളതുമാണ്. വഇന്നല്ലാഹു മുസ്തഖ്ലിഫുകും ഫീഹാ, ഈ ദുനിയാവിൽ അല്ലാഹു തആല നിങ്ങളെന്താവും കൊണ്ടുവരും, നിങ്ങൾക്കതിനെ തരും. എന്തിനാണ് തരിക? അല്ലാഹു തആല നമ്മെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫയൻദുറു കൈഫ തഅമലൂൻ, അല്ലാഹു തആല നോക്കും നിങ്ങൾ എങ്ങനെയാണ് ആ ദുനിയാവിൽ പ്രവർത്തിക്കുന്നത് എന്ന്, ഈ ദുനിയാവിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യം നമ്മൾ സൂക്ഷിക്കാൻ പറഞ്ഞു. ഫത്തഖു ദുനിയ വത്തഖു നിസാ, നിങ്ങൾ ദുനിയാവിനും പേടിക്കണം, പെണ്ണുങ്ങളും സൂക്ഷിക്കണം. അത് പെണ്ണുങ്ങളെ മാത്രം സൂക്ഷിക്കണം എന്നല്ല പറഞ്ഞത്, ദുനിയാവിനും സൂക്ഷിക്കാനും പറഞ്ഞു. കാരണം ഫഇന്ന അവ്വല ഫിത്നത്തിൻ ബനി ഇസ്രായീൽ കാനത് ഫിൻ നിസാ, ബനി ഇസ്രായേൽ ഒന്നാമത്തെ ഫിത്ന ഉണ്ടായിട്ടുള്ളത് പെണ്ണുങ്ങളുടെ ഭാഗത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെ അവർ. ചില ആളുകൾ ചോദിക്കുന്നു, ചില ആളുകൾ ഇൽമിന്റെ സദസ്സിൽ നിന്ന് മാറാനുള്ള കാരണം എന്താ പറയാ? ആ കാരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവനെന്നെ മനസ്സിലാകുന്നില്ല, പൊട്ടമായ കാരണമാണോ അവൻ പറയാ. ചോദിക്കെന്താണ്? എനിക്ക് ഭാര്യയില്ലേ, ഭർത്താവില്ലേ, മക്കളില്ല, അവരെ നോക്കണ്ടേ, കടമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. അതായത് എനിക്ക് ശേഷം ഞാൻ നിങ്ങളിൽ ഏറ്റവും പേടിക്കുന്ന കാര്യം, ഏറ്റവും ഭയക്കുന്ന കാര്യം, ഈ ദുനിയാവിലെ പച്ചപ്പുകളും അലങ്കാരങ്ങളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ് ഞാൻ പേടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നു. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമുദായത്തിനും എല്ലാ ഉമ്മത്തിനും എന്തുണ്ട്? ഫിത്നയുണ്ട്. വഇന്ന ഫിത്നതു ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ഫിത്ന എന്നുള്ളത് അൽമാൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സമ്പത്തി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. അത് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൽ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, ദാരിദ്ര്യം ഞാൻ നിങ്ങളിൽ ഭയക്കുന്നില്ല, പേടിക്കുന്നില്ല. ദാരിദ്ര്യം എന്താവില്ല, ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്നില്ല. പിന്നെ പേടിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഈ ദുനിയാവ് വിശാലത നൽകുന്നതാണ് ഞാൻ പേടിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നേരായ മാർഗത്തിൽ നിന്ന് ഒഴികേടിന്റെ മാർഗത്തിലേക്ക് പോകാൻ കാരണമായി തീർന്ന കാര്യമെന്ന് പറയുന്നത് ദുനിയാവിനോടുള്ള ഭ്രമമാണ്, ദുനിയാവിനോടുള്ള ആശയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? അവന്റെ ഉദാഹരണമായിക്കൊണ്ട് ഒരുത്തന്നെ നല്ല ഇൽമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ദുനിയാവിനോടുള്ള ആശ കൂട്ടിക്കഴിഞ്ഞ് അതുണ്ടാവുന്ന പ്രശ്നം എന്താ? അല്ലാഹു തആല തന്നെ പറഞ്ഞു, അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ. അതായത് ഒരു ആളുടെ ചരിത്രം നീ വിശദീകരിച്ചു കൊടുക്കുക. അതിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നൽകി, അതായത് ഇൽമും എല്ലാം കൊടുത്തു അല്ലാഹു തആല. എന്നാലോ ഫൻസലഖ മിൻഹാ, അതിൽ നിന്ന് അവൻ ഊരിപ്പോയി, ആ ഇൽമിൽ നിന്ന് അവൻ ഊരിപ്പോയി. ഫഅത്ബഅഹു ശൈത്താൻ, ശൈത്താൻ അവനെ എന്താണ് ഒരു കെണിയായി സ്വീകരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഫകാന മിനൽ ഗാവീൻ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ഇൽമു കൊണ്ട് നാം അദ്ദേഹത്തെ എന്താക്കുമായിരുന്നു? അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ ഉയർത്തുമായിരുന്നു. എന്നാൽ അവന് പറ്റിയ വലാകിന്നഹു അസലദ ഇലൽ അർദ്, ദുനിയാവ് ശാശ്വതമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ദുനിയാവിലേക്ക് ആന്നുപോയി. അതായത് ദുനിയാവിന് പ്രാധാന്യം കൊടുത്തു എന്നാ പറഞ്ഞു. സഹോദരങ്ങളെ, എന്താണ്? ഇൽമു കിട്ടി. ബനൂ ഇസ്രായേൽ ഏറ്റവും മഹത്വമുള്ള ദുആക്ക് വരെ ഉത്തരം കിട്ടുന്ന
ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് അല്ലാഹു തആല അധിഷ്ഠാനത്തെ ഊരിയെടുത്തത് എന്താ പറയുക? കാരണം എന്താണ്? ദുനിയാവ് ശാശ്വതമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ദുനിയാവിലേക്ക് ആഴ്ന്നുപോയി. അത് മാത്രമല്ല, അവൻ അവയെ പിൻപറ്റുകയും ചെയ്തു. അവന്റെ ഉദാഹരണം അവന്റെ ഉദാഹരണം ഒരു നായയുടെ ഉദാഹരണമാണെന്ന്. ആരാണ് ഒരുത്തന്നെ നായി എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടാൻ പെടും? അല്ലാഹു തആല അവന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞത്. അവന്റെ ഉദാഹരണം നായിനെ പോലെയാണ്. എന്താണ് ആ നായിന്റെ പ്രത്യേകത? ഇൻ തഹ്മൽ അലൈഹിൽ ഹദ് ഔ തത്റുഖുഹു യൽഹദ്. അതിനെ നീ എടുത്തു കഴിഞ്ഞാൽ അത് നാവ് എന്താവും? പുറത്തുവിടും. നീ അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതൊന്ന് നാവിട്ട് പുറത്തിട്ട് പോകുമെന്നാണ് നായിന്റെ സ്വഭാവം. അതുപോലെയായി അവന്റെ അവസ്ഥ എന്ന് അല്ലാഹു തആല നമ്മെ അറിയിച്ചു തന്നു. അപ്പോ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ അറിയേണ്ടത്, അതായത് ഈ കാര്യങ്ങളിൽ നമുക്ക് അറിയിച്ചു തരുന്നത് ദുനിയാവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾക്ക് എന്താവുന്നത് അറിയിച്ചു തരുന്നത്. എന്തിനാണ് സഹോദരങ്ങൾ പറയുന്നത്? ഇത് നമുക്കും നമ്മെ എതിർക്കുന്ന സംഘടനക്കാർക്കും ബാധിച്ചതായ, നമ്മളും ശ്രദ്ധിക്കേണ്ട, അതേ ഈ സംഘടനക്കാർ വഴിതെറ്റാനുള്ള കാരണം എന്ത് എന്നുള്ളതിനും പ്രഥമമായിട്ടുള്ള കാരണം ദുനിയാവാണ് എന്ന് മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കപ്പെടുന്നതാണ്. ദുനിയാവ് ഒരുത്തനെന്ന നാശത്തിലും നഷ്ടത്തിലേക്ക് എന്നാണ് അവൻ എത്തിച്ചുകൊള്ളുന്നത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ഇൽമും അമലിലും മുന്നേറേണ്ടത്. ഇനി എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ ഈ സംഘടനകളെ എതിർക്കുന്നത്? ലോകത്തിലെ സംഘടനയിലേക്ക്, ലോകത്തുള്ള സംഘടന നമ്മ ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു സംഘടനയും ഇല്ല എന്നാണ്, ഖുർആനും സുന്നത്തിനും വിരുദ്ധമായി പോകാത്ത ഒരു സംഘടനയും ലോകത്തുണ്ടാവുകയില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സംഘടനയുമില്ല. എന്ത്? പക്ഷെ ആളുകൾ ചോദിക്കും, സംഘടന ഇല്ലാത്തവർക്ക് തെറ്റ് പറ്റൂലേ? പറ്റാതിരിക്കുകയില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ സംഘടന ഇല്ലാത്തവർക്ക് ബാധിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ആർക്ക്? സംഘടന ഉള്ള ആളുകൾക്ക് ബാധിക്കുമെന്നുള്ളതാണ്. ഇതിന്റെ തുടക്കം എങ്ങനെ നമ്മൾ അറിയണം. അതായത് മാസൂനികളായിട്ടുള്ള, ദൂതന്മാരായിട്ടുള്ള ആളുകളാണ് അവരുടെ ആശയങ്ങളെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയതാണ്. ആര്? ഈ സംഘടനാ രൂപം എന്നുള്ളത് ദൂതന്മാരാണ് എന്തായിട്ടുള്ളത്, ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടുന്ന് ആരെടുത്തു? ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് പറയുന്ന വ്യക്തി എടുക്കുകയും മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സംഘടന ഉണ്ടാക്കുകയും ചെയ്തു. അവിടുന്ന് അതിനെ നിലനിർത്തി കൊണ്ടുവന്ന ആളാണ് മുഹമ്മദ് അബ്ദ, അയാളുടെ ശിഷ്യൻ. ആ മുഹമ്മദുടെ അബ്ദയുടെ ശിഷ്യനാണ് റഷീദുർ റിള എന്ന് പറയുന്ന ആൾ. ഇത് കൃത്യമായി മനസ്സിലാക്കുക. സംഘടന എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ആദ്യം ഇതിന്റെ തുടക്കം തന്നെ ജൂതന്മാരാണ്. അവരുടെ ആശയങ്ങൾ, അവരുടെ ചിന്തകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി, ആളുകൾക്കിടയിൽ വ്യാപകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതായ കാര്യം. അത് മുസ്ലിങ്ങൾക്ക് കൊണ്ടുവന്നതാരാ? ജമാലുദ്ദീൻ അഫ്ഗാനി പറയുന്ന ആളാണ്. അയാളിൽ നിന്ന് അയാളുടെ ശിഷ്യനായിട്ടുള്ള മുഹമ്മദ് അബ്ദയും, ആ മുഹമ്മദ് അബ്ദയിൽ നിന്ന് റഷീദ് റിളയാണ് ഇതെന്താവുന്നത് കൊണ്ടുവരുന്നത്. അൽ മനാർ എന്ന റഷീദ് റിളയുടെ പത്രത്തിൽ ഇതെന്തായിട്ടുണ്ട്? കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ റഷീദ് റിളയുടെ സ്വാധീനത്തിലാണ് നമ്മുടെ നാട്ടിലേക്ക് എന്താവുന്നത്? സംഘടനകൾ എത്തുന്നത്. KNMന്റെ മുഖപത്രം ഏതാ അറിയോ നിങ്ങൾക്ക്? ഏതാ? അൽ മനാർ. ഈ അൽ മനാർ എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത്? റഷീദ് റിളയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രവർത്തനം, അവരുടെ വാക്കുകൾ അങ്ങനെയാണ്, ഇസ്ലാഹി പ്രവർത്തനം. ഇതൊക്കെ റഷീദ് റിളയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. അവിടുന്നാണ് അവിടെ